കാണുമ്പോൾ നമുക്കിത് നന്നാക്കായിരുന്നു അത് നന്നാക്കായിരുന്നു എന്നുള്ള തോന്നല് വരാറുണ്ട് പൊതുവെ. പക്ഷെ ഇത് അങ്ങനെ അധികം തോന്നിയിട്ടില്ല. പക്ഷെ തിയേറ്ററിൽ ഇറങ്ങിയപ്പോൾ ഞാനാകെ ഭയങ്കര വിഷമായി. ഭയങ്കര സങ്കടമായി പോയി. കാര്യം ആരും കാണാൻ ആരുമില്ല. സിനിമയോട് ഭയങ്കര താല്പര്യമുണ്ട്, പക്ഷെ നമുക്ക് സിനിമക്കാരെ ആരെയും പരിചയമില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതിപ്പോ നിർത്തിയില്ലെങ്കിൽ നമുക്ക് സിനിമയിലേക്ക് പോകാൻ പറ്റില്ല. കാരണം നമ്മള് ഇതിൽ തന്നെ പെട്ടുപോകും. ഞാനൊരു ചെറിയൊരു ക്യാമറ, DSLR ക്യാമറ വാങ്ങി. ആ ക്യാമറയിൽ ഒരു ഷോർട്ട് ഫിലിം ചെയ്തു. ചെറിയ അതൊന്നും യൂട്യൂബിലില്ല, യൂട്യൂബ് എന്നെ എടുത്ത് കളഞ്ഞത്. മന്ദാരം എന്ന് പറഞ്ഞൊരു പടമായിരുന്നു. സിനിമാറ്റോഗ്രാഫേഴ്സ് നമ്മുടെ പേടിയെന്ന് വെച്ചാൽ നമ്മൾ ഷൂട്ട് കഴിഞ്ഞിട്ട് ഇത് ഗ്രേഡ് ചെയ്യുമ്പോ നോയ്സ് വരും, അങ്ങനത്തെ കുറെ ചിന്തകളുണ്ടാവും. എനിക്ക് ആ ചിന്ത ഉണ്ടായിരുന്നില്ല. ഇല്ല, പള്ളുട്ടി ശേഷമാണ് കൽപ്പ് ചെയ്തത്. പെട്ടെന്ന് എനിക്ക് ആ ഒരു ഷിഫ്റ്റ് ഞാൻ തന്നെ ആലോചിച്ചു, നമുക്ക് പറ്റുമോ? അത് ഫ്രൈഡേ ആണ് ജയ്ബാബാണ് യൂസർ. അവർക്ക് അതിന്റെ കൺസേൺ ഉണ്ട്, ഞാൻ എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ള. പിന്നെ ഉറപ്പായിട്ടും കാരണം one thing audience don't notice about a cinematographer. സിനിമാറ്റോഗ്രാഫേഴ്സിനെ പലരും അറിയില്ല. ഹായ്, അപ്പോൾ എനിക്ക് പൊതുവേ ഈ ക്യാമറ ബിഹൈൻഡ് ദ സീൻസ് ഉള്ളവരെ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ഉള്ള ഒരാളാണ് ഞാൻ. പ്രത്യേകിച്ച് സിനിമാറ്റോഗ്രാഫേഴ്സ്, അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ പണിയെടുക്കുന്ന ഒരുപാട് പേരുണ്ട്, അധികം ആരും അറിയപ്പെടാത്ത ആൾക്കാർ. എനിക്ക് അവരോടൊക്കെ ഒരുപാട് റെസ്പെക്റ്റ് ഉള്ള ആളാണ്. ഇന്ന് നമ്മളെ മുന്നിൽ ഇരിക്കുന്നത് ഒരു സിനിമാറ്റോഗ്രാഫറാണ്, ഷാരോൺ ചേട്ടനാണ് ഇരിക്കുന്നത്. ഹലോ, വെൽക്കം ടു ദ ഷോ. ഓക്കെ, ഹൗ യു ഫീൽ? ഇപ്പൊ നമ്മുടെ സിനിമാ പ്രാന്തന്റെ ഒരു ഫാമിലിത്തെ ഒരു അംഗമാണ് ഷാരോൺ ചേട്ടൻ. എന്താണ് ഫീൽ ഇപ്പൊ നമ്മുടെ ഫാമിലിയിലോട്ട് ഇപ്പം ഇന്റർവ്യൂ ആയിട്ട് വന്നിരിക്കുകയാണ്? ഞാനിപ്പോ കുറച്ചായി വന്നിട്ട്, മുമ്പ് ഫുൾ ടൈം ഇവിടെ തന്നെ ആയിരുന്നു, ആഡ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് മോസ്റ്റ്ലി ഇവിടെ തന്നെ ആയിരുന്നു. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പം മൂവിയിലോട്ടൊക്കെ കടക്കുന്നതിന് മുമ്പ്, ഇപ്പോൾ മുമ്പൊക്കെ പറയുമ്പം സിനിമാറ്റോഗ്രാഫേഴ്സ് അധികം ശ്രദ്ധിക്കപ്പെടാത്ത ഒരു കാറ്റഗറി ആയിരുന്നു. ഇപ്പോ സോഷ്യൽ മീഡിയ ഒക്കെ വന്ന ശേഷം സിനിമാറ്റോഗ്രാഫേഴ്സിന് ഒരുപാട് ഒരു പുഷ് കിട്ടി. അവർ ചെയ്യുന്ന വർക്ക്സ് ആയിക്കോട്ടെ, അത്രയും എല്ലാവരും അറിയപ്പെടാൻ പറ്റി. അപ്പം ആസ് എ സിനിമാറ്റോഗ്രാഫർ അത് എങ്ങനെയാണ് നോക്കി കാണുന്നത്? ആക്ച്വലി ഞാനൊക്കെ when I was kid, ആക്ച്വലി ആ സമയത്ത് നമ്മൾ സിനിമ കാണുമ്പോൾ വിഷ്വൽസ് ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നും. പക്ഷെ നമ്മളതിന് ധാരാളം ഷൂട്ട് ചെയ്ത് നോക്കാറില്ല. ഇപ്പോ തേന്മാവിൻ കൊമ്പത്ത്, ഇഷ്ടം, അങ്ങനെ കുറേ പടങ്ങളുണ്ട്. പിന്നെ ഞാൻ കോളേജ് ആ ടൈമിലൊക്കെ ആയപ്പോഴാണ് ഞാൻ പിന്നെ ഇതൊക്കെ ആരാണ് ഷൂട്ട് ചെയ്തത് ആ ഒരു ചിന്ത വന്നു തുടങ്ങിയത്. അതെ 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 അതുവരെ നമ്മള് ഓൺലി ആക്ടേഴ്സ്, പിന്നെ കുറച്ച് ഡയറക്ടേഴ്സിനെ അറിയാം, അല്ലാതെ അത് വിട്ടിട്ട് ആരെയും അങ്ങനെ അറിയില്ല. പിന്നെ അറിയാം സന്തോഷ് സാറിനെ അറിയാം, പുള്ളീനെ ഇങ്ങനെ നമ്മള് പേര് കേട്ടിട്ട് അറിയാം പലരും. അപ്പൊ അങ്ങനെ പിന്നെ കോളേജിന്റെ ടൈം ആയപ്പോഴും പിന്നെ നമ്മളിത് ഗൂഗിളിൽ സെർച്ച് ചെയ്തും സിനിമ കാണുമ്പോൾ നമ്മള് ടൈറ്റിൽസോ ക്രെഡിറ്റ്സ് ഒക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അപ്പോഴാണ് ഇത് ഷൂട്ട് ചെയ്ത് ഇന്നാളാണ് എന്നുള്ളത്. പക്ഷെ അത് താല്പര്യം കൊണ്ട് മാത്രമാണ് നമ്മൾ നോക്കിയത്, പക്ഷെ ബാക്കി ആരും അത് ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോ മോസ്റ്റ്ലി എനിക്ക് തോന്നുന്നു എല്ലാവരും അപ്രീഷിയേഷൻ കിട്ടുന്നുണ്ട്. ഇപ്പൊ എല്ലാവരും അത് ഭയങ്കരമായിട്ട് നോട്ട് ചെയ്യുന്നുണ്ട്, ആരാണ് ഷൂട്ട് ചെയ്തത്. എല്ലാവർക്കും എല്ലാം അറിയാം. അതറിയാം, എഡിറ്റർ ആരാന്നറിയാം, സിനിമാറ്റോഗ്രാഫർ ആരാന്നറിയാം, മ്യൂസിക് ആരാന്നറിയാം. എല്ലാവരും അപ് ടു ഡേറ്റ് ആണ് എല്ലാം. സിനിമയുടെ ബാക്കിൽ നടക്കുന്നത് കുറച്ചും കൂടെ ഫ്രണ്ടിലെത്തി. അതെ 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 അത് ഈ സോഷ്യൽ മീഡിയന്റെ ഒരു വളർച്ച മൂലം സംഭവിച്ചതാണ് ആക്ച്വലി അത്. അല്ലെങ്കിൽ അത് താല്പര്യമുള്ളവർ മാത്രമേ അറിഞ്ഞിരിക്കുള്ളൂ അതിനെ കുറിച്ച്. ശരിയാണ്. ചേട്ടൻ എങ്ങനെയാണ് സിനിമാറ്റോഗ്രാഫി പഠിച്ചതാണോ? എങ്ങനെയാണ് അപ്പം ഈ ഫീൽഡിലേക്ക് എത്തിയത്? എങ്ങനെയാണ് ഫീൽഡിലേക്ക് എത്തിയെന്ന് പറയുമ്പോൾ, അത് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ സിനിമയോട് ഭയങ്കര താല്പര്യമുണ്ട്, പക്ഷെ നമുക്ക് സിനിമക്കാരെ ആരെയും പരിചയമില്ല. അല്ല, ഞാൻ തൃശ്ശൂരിൽ നിന്നാണ്. എന്റെ ആരും പരിചയത്തിൽ ആരും സിനിമയിൽ വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ കോളേജിലൊക്കെ എത്തി. അപ്പൊ ഞാൻ വീട്ടിലിങ്ങനെ സൂചിപ്പിച്ചു എനിക്ക് സിനിമ താല്പര്യം ഉണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ വീട്ടുകാർക്കൊന്നും അത്ര ഇന്നത്തെ പോലെ അങ്ങനെ അതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല, എന്താണ് സിനിമ എന്നുള്ളതൊന്നും അറിയില്ല. പിന്നെ പഠിച്ചതിനോട്ട് അന്ന് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിസിൻ ഇത് വിട്ടിട്ടുള്ളൊരു പരിപാടി ഇല്ല.
ദെൻ കോളേജ് കഴിഞ്ഞിട്ട് ഞാൻ അപ്ലൈ ചെയ്തു ചെന്നൈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അപ്ലൈ ചെയ്തിരുന്നു. പക്ഷെ ലിമിറ്റഡ് സീറ്റ്സ് ഉള്ളൂ, അതായത് അതർ സ്റ്റേറ്റിന് ഒരു സീറ്റേ ഉള്ളൂ. അതും അവർ ഇന്റർവ്യൂവിന് എനിക്കറിയാത്ത കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. നമ്മളിത് പഠിക്കാനാണ് പോകുന്നത്, പക്ഷെ അവർ ചോദ്യം നമുക്ക് എന്തെങ്കിലും അറിയാമെന്നുള്ളൊരു ഇതുണ്ടല്ലോ. എനിക്ക് മനസ്സിലായി പരിപാടി നടക്കില്ല എന്ന് മനസ്സിലായി. ഇനി അപ്ലൈ ചെയ്താലും ഇതന്നെ സംഭവിക്കാന്ന് മനസ്സിലായി. അതായത് ഞാൻ പിന്നെ രണ്ടാമത് അപ്ലൈ ചെയ്യുന്നില്ല. പിന്നെ ഞാനങ്ങനെ ഷോർട്ട് ഫിലിംസ്, ഞാനൊരു ചെറിയൊരു ക്യാമറ, DSLR ക്യാമറ വാങ്ങി ആ സമയത്ത്. 1100 അങ്ങനെ എന്തോ Canon ഫസ്റ്റ്. കാരണം എനിക്കിത് ഇതെന്താന്ന് അറിയണം. നമുക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഫോട്ടോ എടുക്കാൻ, അതായത് മൊബൈലിൽ ഞാൻ നന്നായിട്ട് ഫോട്ടോ എടുക്കുമായിരുന്നു. കാരണം ഞാൻ ഈ ഫോട്ടോ എടുത്തിട്ട് ആൾക്കാർ കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടാറുണ്ട്. അപ്പോഴെനിക്ക് മനസ്സിലായി പരിപാടി കൊള്ളാം, അതെ അതെ. ഞാൻ ഫോട്ടോ എടുത്ത് കാണുമ്പോൾ എല്ലാവരും കൊള്ളാം, നല്ല ഭയങ്കര അങ്ങനെ പറയാറുണ്ട്. ഞാൻ ഒരു ക്യാമറ വാങ്ങി, ചെറിയൊരു ക്യാമറ, സെക്കൻഡ് ഹാൻഡ് ക്യാമറ വാങ്ങി. ദെൻ ഐ സ്റ്റാർട്ടഡ് ക്ലിക്കിങ്. ഞാൻ ഫോട്ടോ എടുത്ത് തുടങ്ങി. ഓട്ടോ മോഡിലാണ്. പിന്നെ ഞാൻ മാനുവലിൽ എടുക്കാൻ തുടങ്ങി. അങ്ങനെ ഫോട്ടോ എടുക്കാൻ പഠിച്ചു. എക്സ്പോഷർ അല്ലെങ്കിൽ അതിന്റെ അപ്പർച്ചർ അതൊക്കെ സെറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷോർട്ട് ഫിലിംസ്, ആ ക്യാമറയിൽ ഒരു ഷോർട്ട് ഫിലിം ചെയ്തു. ചെറിയ, അതൊന്നും യൂട്യൂബിലില്ല, യൂട്യൂബ് എന്നെ എടുത്ത് കളഞ്ഞത്. ഷോർട്ട് ഫിലിം, അതെ അതെ. അത് ഈ പല്ലുട്ടിയുടെ ഡയറക്ടർ ജിതിന്റെ ഷോർട്ട് ഫിലിം തന്നെയാണ്. ഞങ്ങൾ ഫസ്റ്റ് ചെയ്തതാ. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച സ്കൂളില്. അപ്പോൾ അങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ചെയ്ത് അതിപ്പോ യൂട്യൂബിലില്ല. പിന്നെ അങ്ങനെയാണ് തുടങ്ങിയത്. പിന്നെ ഷോർട്ട് ഫിലിംസിലൂടെയാണ് തുടങ്ങിയത്. ഷോർട്ട് ഫിലിംസിലൂടെ ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്ത് തുടങ്ങി. നമുക്ക് അറിയില്ല, ഒന്നും അറിയില്ല, പക്ഷെ നമുക്ക് ഉള്ള അറിവ് വെച്ചിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്നു ഉള്ളൂ. പിന്നെ ഞാൻ ഇങ്ങനെ അസിസ്റ്റ് ചെയ്ത് തുടങ്ങി. പിന്നീട് എങ്ങനെയാണ് സിനിമയിലേക്ക് എത്തുന്നത്? ആക്ച്വലി ഭയങ്കര ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ആയിരുന്നു. കാരണം ഇന്നത്തെ പോലെ ഈസി അല്ല സിനിമാറ്റോഗ്രാഫറെ. അസിസ്റ്റന്റ് ക്യാമറാമാൻ ആയിട്ടായിരുന്നു അങ്ങോട്ട് എത്തിയത്? അത് ആക്ച്വലി വിളിച്ച് അങ്ങോട്ട് ട്രൈ ചെയ്ത് പോയതാ. അതെ അതെ അതെ. കാര്യം ഞാൻ പറഞ്ഞില്ല, ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ അന്നില്ല. ഉണ്ട്, ഫേസ്ബുക്ക് ഇത്രയില്ല. ഇപ്പൊ നമുക്ക് ഒരാളെ കോണ്ടാക്ട് ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടില്ല. അതായത് ഇൻസ്റ്റാഗ്രാം, ഇപ്പൊ എനിക്ക് തന്നെ കുറെ പേര് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പൊ നമ്മള് റെസ്പോണ്ട് ചെയ്യും, ഫോൺ വിളിക്കുന്നുണ്ട്. ഞാനന്ന് നമുക്ക് നമ്പർ കിട്ടാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളൊക്കെ അവിടെ നിന്നൊക്കെയോ നമ്പറൊക്കെ ഒപ്പിച്ച് വിളിക്കും. അങ്ങനെയാണ് തുടങ്ങിയത്. അങ്ങനെ വിളിച്ച് 2-3 വർഷം അങ്ങനെ പോയി. ഇതിനു വേണ്ടി ടൈം കളഞ്ഞില്ല. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാല് വെഡിങ് ഫോട്ടോഗ്രാഫി ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം നമുക്ക് കയ്യില് പൈസ വേണല്ലോ. കാര്യം കോളേജും കഴിഞ്ഞു, വെറുതെ ഇരിക്കാനും പറ്റില്ല. കയ്യില് നമുക്കിത് നടക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ വേണം, വെറുതെ ഇരിക്കാനും പറ്റില്ല. അപ്പൊ ഞാൻ പാരലലി വെഡിങ് ഫോട്ടോഗ്രാഫി ചെയ്യുന്നുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് പ്രഷർ ഉണ്ടായിരുന്നു, ഇനീഷ്യലി ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ നിന്ന് അമ്മയ്ക്ക് തോന്നി എന്തോ പരിപാടികൾ നടക്കുന്നുണ്ട്. പിന്നെ വെച്ചാല് ഇത് ഇൻകം ഉണ്ട്, അതായത് വെഡിങ് ഫോട്ടോഗ്രാഫിയുടെ ഒരു ഇൻകം എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന കാരണം അത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. നമ്മള് അപ്പൊ ഭയങ്കര പൈസ അല്ല, അതിൽ കയ്യില് പൈസ ഉണ്ടെന്നുള്ളൊരു കുറച്ച് പൈസ ഉണ്ടെന്നുള്ളൊരു തോന്നല് വീട്ടുകാർക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒറ്റടി ഞാൻ നിർത്തിയത്. അല്ലല്ല, ഞാൻ എനിക്ക് മനസ്സിലായി, ഞാൻ ഈ വെഡിങ് ഫോട്ടോഗ്രാഫി തുടങ്ങിയ ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കാരണം എനിക്ക് ഇല്ല, കാരണം എനിക്ക് ബാക്ക് ടു ബാക്ക് വർക്ക്സ് വന്നു തുടങ്ങി. അതായത് കുറേ വർക്ക്, അതായത് കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഞാൻ ബാംഗ്ലൂരും അവിടെയൊക്കെ വെഡിങ് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. അപ്പൊ അവിടെ നിന്നൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതിപ്പോ നിർത്തിയില്ലെങ്കിൽ നമുക്ക് സിനിമയിലേക്ക് പോകാൻ പറ്റില്ല. കാരണം നമ്മള് ഇതിൽ തന്നെ പെട്ടുപോകും. കാരണം നമ്മള് ഫോട്ടോഗ്രാഫി ചെയ്യുന്നു, പൈസ കിട്ടുന്നു, ഭയങ്കര ഈസിയാണ്, നമുക്കിങ്ങനെ എടുത്തോണ്ടിരുന്നാൽ മതി. അപ്പോ ഞാൻ ഒറ്റടി ഞാൻ നിർത്തി. ആ നിർത്തിയപ്പോ കുറച്ച് പ്രശ്നമായിരുന്നു. കുറച്ച് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. കാരണം അത് കഴിഞ്ഞിട്ട് അസിസ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തു. ഒരു പടത്തിൽ ചാൻസ് കിട്ടാൻ. ഏതായിരുന്നു ഫസ്റ്റ് മൂവി? ഏതായിരുന്നു? അതിലോട്ടുള്ള എൻട്രി എങ്ങനെയായിരുന്നു? ആക്ച്വലി മന്ദാരം എന്ന് പറഞ്ഞൊരു പടമായിരുന്നു, ബാഹുലിന്റെ കൂടെ. പിന്നീട് കുറച്ച് പടങ്ങൾ, ഓപ്പറേഷൻ ജാവ,
അർജന്റീന ഫാൻസ് കാട്ടൂർ കടവ് അങ്ങനെ അതെല്ലാം അസിസ്റ്റ് ചെയ്തു. അസിസ്റ്റ് ചെയ്തു. പിന്നെ അങ്ങനെ കുറച്ച് പടങ്ങൾ. പിന്നെ എങ്ങനെയാണ് അപ്പം സിനിമാറ്റോഗ്രാഫർ ആയിട്ട് എത്തുന്നത്? എങ്ങനെയാണ് ആക്ച്വലി ഫസ്റ്റ് ഫിലിം? എനിക്ക് സത്യം പറഞ്ഞാൽ കുറെ പടങ്ങൾ അങ്ങനെ വർക്ക് ചെയ്യേണ്ടി വന്നില്ല അസിസ്റ്റ് ചെയ്തത്. നോർമലി വെച്ചാൽ ഒരു അസിസ്റ്റ് ചെയ്യും, പിന്നെ അസോസിയേറ്റ് ആവും, ചീഫ് ആവും, ഒരു 5 years അങ്ങനെ വർക്ക് ചെയ്യേണ്ടി വരും. പക്ഷെ എനിക്ക് അത്രയും ടൈം എടുക്കേണ്ടി വന്നില്ല. ലക്കിലി എനിക്ക് ഫസ്റ്റ് മൂവി കിട്ടി. അത് ആക്ച്വലി അത് ഭയങ്കര ലക്കായിരുന്നു. അത് ടീം നമ്മൾ ഈ എൻ്റെ കൂടെ വന്ന തൊട്ട്, അതായത് സ്റ്റാർട്ടിങ് തൊട്ട് ഒരു ടീം ഉണ്ടായിരുന്നു. ഞാൻ, ജിതിൻ, ദീപക്, എഡിറ്റർ രോഹിത്, ഞങ്ങൾ 4 പേരും ഒരേ നാട്ടുകാരാണ്. ഒരുമിച്ച് ഞാനും ജിതിനും ഒരുമിച്ച് പഠിച്ചാണ് സ്കൂളിൽ. അപ്പം അങ്ങനെ തുടങ്ങിയതാണ്. അങ്ങനെ ഷോർട്ട് ഫിലിംസ് 1-2 ഷോർട്ട് ഫിലിം ഞങ്ങളൊന്നും ചെയ്തു. പിന്നെ ഞാൻ തോന്നി നമുക്ക് നല്ല ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ അതെടുക്കാം. നിങ്ങൾ ഒരുമിച്ച് തുടങ്ങിയതാണ്. അതെ, ഇപ്പം രോഹിത് ചേട്ടൻ ഇപ്പൊ അനന്തങ്കാട്, രോഹിത് ഇപ്പൊ അനന്തങ്കാട്, ഇപ്പൊ അടുത്ത് ഡിസ്കോ ഇറങ്ങാനുണ്ട്, ഡിസ്കോ വരുന്നുണ്ട്. ജിതിൻ ചേട്ടനാണെങ്കിലും അടുത്ത പരിപാടികൾ നടക്കുന്നുണ്ട്. അപ്പൊ ഒരുമിച്ച് തുടങ്ങിയ ആൾക്കാര് ഇപ്പൊ ഇങ്ങനെ ഓരോരോ ഹൈറ്റ്സ് ഇങ്ങനെ എന്താ ഫീൽ ചെയ്യുന്നത്? ഇപ്പൊ വിചാരിച്ചിരുന്നോ ഇങ്ങനെയൊക്കെ ആവാൻ പറ്റുന്നൊക്കെ? വിചാരിച്ചിരുന്നു. എഫേർട്ട് ഇടുന്നുണ്ടല്ലോ. നമുക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ എന്തായാലും, നമുക്ക് നമ്മള് മൈൻഡില് എന്തായാലും ഒരു ലെവൽ എത്തണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളിപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ. എത്തിന്നൊരു പറയാൻ പറ്റില്ല. കാര്യം ഓരോരോ നല്ല നല്ല പടങ്ങൾ ചെയ്ത് എത്തിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പം കൽബ് മൂവിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ, കൽബ് തിയേറ്ററിൽ വന്നിട്ട് അത്ര പ്രേക്ഷക ശ്രദ്ധ നേടാണ്ട് പോയി. പിന്നീട് OTT വന്ന് തരംഗമായൊരു പടമാണ്. അത്രയും പ്രേക്ഷകർ ഏറ്റെടുത്ത്, മിക്സ്ഡ് റിവ്യൂസ് ആണെങ്കിൽ പോലും അത്രയും ഏറ്റെടുത്തൊരു പടമാണ്. അത് എങ്ങനെയായിരുന്നു ഷൂട്ടിംഗ് സമയമൊക്കെ എങ്ങനെയായിരുന്നു? എനിക്ക് ആക്ച്വലി ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്നു. പ്രതീക്ഷ എന്ന് പറയുന്നത്, ഞാൻ ഭയങ്കര എഫേർട്ട് എടുത്ത് ഷൂട്ട് ചെയ്തൊരു മൂവി അല്ല. എല്ലാ പടത്തിനും എഫേർട്ട് ഉണ്ട്, പക്ഷെ ഇതിന് കുറച്ചും കൂടി പേഴ്സണൽ ഫേവറേറ്റ് അങ്ങനെ പറയാൻ പറ്റില്ല. എല്ലാം ഫേവറേറ്റ് ആണ്. പക്ഷെ ഇതിന്റെ എഫേർട്ട് എന്ന് വെച്ചത്, ഞാൻ ചെയ്തതിൽ ക്യാൻവാസ് വെച്ച് കുറച്ച് വലുതാ. പിന്നെ ഫ്രൈഡേ ഫിലിംസ് ആണ് പ്രൊഡ്യൂസർ. അതിന്റെ ഒരു ചെറിയൊരു ടെൻഷനും പ്രഷറും നമുക്ക് ഉണ്ടാവും. കാരണം പുതിയ, അതായത് ബഡ്ജറ്റ് വൈസ് കുറച്ച് ഹ്യൂജ് ആയിരുന്നു. പിന്നെ മെയിൻലി കളർഫുൾ ആയിരിക്കണം പടം. കളർ പാലറ്റ്സ്, ലൊക്കേഷൻസ്, വൈറ്റ് ഫ്രെയിംസ്, അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം ഞാനത് എനിക്കറിയണ്ടായിരുന്നില്ല എത്രത്തോളം നമുക്കത് പറ്റുന്നു. അങ്ങനെ ഒരു ഷൂട്ട് തുടങ്ങിയൊരു 2-3 ദിവസം 3-4 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ പ്രൊഡക്ഷൻ ടീമിലെല്ലാവരും ഭയങ്കര ഹാപ്പി ആയി. അവർ പറഞ്ഞു കൊള്ളാം, നല്ല രസമുണ്ട്, വിഷ്വൽസ് ഒക്കെ ഭയങ്കര രസമുണ്ട്. പിന്നെ ഷൂട്ടിങ്ങും നല്ല സ്മൂത്ത് ആയിട്ട് പോണ്. വേറെ കുറെ ലൊക്കേഷൻസ് ഉണ്ട്. മോസ്റ്റ്ലി ആലപ്പുഴയാണ്. ആലപ്പി നമ്മൾ സോങ് ഒക്കെ ആയിട്ട് ജയ്പൂർ, ജോധ്പൂർ അവിടെയൊക്കെ പോയി ഷൂട്ട് ചെയ്തല്ലേ? ഇതിന്റെ സോങ് ഒക്കെ എന്താ പറയാ, എല്ലാവരും ഏറ്റെടുത്ത സോങ്സ് ആയിരുന്നു. അത്രയും റിപ്പീറ്റ് വാച്ചിൽ കണ്ടോണ്ടിരിക്കുന്ന നല്ലോണം കയറിയത്. ഞാൻ 1-2 പാട്ടുകൾ ഞാൻ യൂട്യൂബിൽ നോക്കി, കുറച്ച് മുമ്പ് നോക്കി. അപ്പൊ മനസ്സിലായി നല്ല ഏറ്റെടുത്ത പാട്ടുകളായിരുന്നു. എനിക്ക് ഷൂട്ട് ചെയ്തതിൽ എനിക്ക് ഫസ്റ്റ് ടീസർ ഇറങ്ങിയപ്പോ ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു. എനിക്ക് ഫസ്റ്റ് ടീസർ ഇറക്കിയായിരുന്നു. എനിക്ക് ഫുൾ മെസ്സേജും കോളായിരുന്നു മൊത്തത്തില്. ഭയങ്കര ഒരു വാവ് ഫാക്ടർ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ. അപ്പൊ എനിക്കത് കൊള്ളാം. ഇത് ട്രെയിലർ ഇറങ്ങിയപ്പോഴും ഭയങ്കര റെസ്പോൺസ്. കാരണം വിഷ്വലി റെസ്പോൺസും അതിന്റെ സ്കോറും ആക്ടിങ് എല്ലാ പരിപാടിയും കൊണ്ട്, എഡിറ്റിങ്ങും എല്ലാം കൊണ്ടും. അപ്പൊ ഞാൻ വെച്ചോ തിയേറ്ററിൽ ഇറങ്ങിയ കളക്കും. കാരണം നമുക്ക് ഷൂട്ട് ചെയ്തിട്ട് എനിക്കങ്ങനെ നോർമലി നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് കാണുമ്പോൾ നമുക്ക് ഇത് നന്നാക്കായിരുന്നു അത് നന്നാക്കായിരുന്നു എന്നുള്ള തോന്നൽ വരാറുണ്ട് പൊതുവെ. പക്ഷെ ഇത് അങ്ങനെ അധികം തോന്നിയിട്ടില്ല. എല്ലാം എനിക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി. കൊള്ളാലോ. പക്ഷെ തിയേറ്ററിൽ ഇറങ്ങിയപ്പോ ഞാനാകെ ഭയങ്കര വിഷമായി. ഭയങ്കര സങ്കടമായി പോയി. കാര്യം ആരും കാണാൻ ആരുമില്ല. ഫസ്റ്റ് ഡേ ആരുമില്ല. പിന്നെ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ആൾക്കാർ കയറി തുടങ്ങിയത്. നല്ല റിവ്യൂസ് ഒക്കെ വന്നപ്പോൾ, മോശം റിവ്യൂസ് ഉണ്ടായിരുന്നു ഒരുപാട്, നല്ല വന്നപ്പോൾ ആൾക്കാർ കയറി തുടങ്ങി. അപ്പം അങ്ങനെ ഞാൻ വിളിച്ചു വീണ്ടും അതൊന്ന് പൊന്തി വരും. പക്ഷെ അത് അധികം നിന്നില്ല. പക്ഷെ ഇപ്പൊ എന്തുകൊണ്ടായിരിക്കും OTT വന്നപ്പോ ഇത്രയും ആൾക്കാർ കാണാനും ഇത്രയും ആൾക്കാർക്ക് ഇഷ്ടപ്പെടാനും കാരണം? അത്
അതെനിക്കറിയില്ല, അതായത് പുതിയ ആൾക്കാരായിരുന്നല്ലോ ആക്ടേഴ്സും, അഭിനയിച്ചിട്ടുണ്ട് ഓൾറെഡി. പക്ഷെ ന്യൂ ഫേസ് ആയിരുന്നു അല്ലേ? ന്യൂ ഫേസ്, മോസ്റ്റ്ലി ന്യൂ ഫേസ് ആയിരുന്നു എല്ലാവരും. സോ അതുകൊണ്ടായിരിക്കും, എനിക്കറിയില്ല എന്തുകൊണ്ടാണ്. പക്ഷെ OTT ഇറങ്ങിയപ്പോൾ ഭയങ്കര ഹാപ്പിയായി. ഭയങ്കര ഹാപ്പിയായി. OTT ഇറങ്ങി പിറ്റേ ദിവസം തൊട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ്, കണ്ടിന്യൂസ് മെസ്സേജ്, കോളുകൾ, മിക്സഡ് റിവ്യൂസ് ഉണ്ട് ഓഫ് കോഴ്സ്. ഒരു എന്താ പറയുക, ലവ് സ്റ്റോറിക്ക് മിക്സഡ് റിവ്യൂസ് വരും. എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ ഇരുന്ന് അങ്ങനെയൊക്കെ റിവ്യൂസ് ഉണ്ടാവാം. നല്ല റിവ്യൂസ് കുറെ ഉണ്ടായിരുന്നു, ഇഷ്ടംപോലെ. എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇരുന്ന് കൽബ് കാണണം മറ്റേ അങ്ങനെ കണ്ട കുറെ പേരുണ്ട് എനിക്കറിയാവുന്ന ആൾക്കാര്. പിന്നെ ചില ഏരിയയിലൊക്കെ ഭയങ്കര, ഇപ്പൊ മലപ്പുറം ഏരിയയിലൊക്കെ ഭയങ്കര റീച്ചായി OTT ഇറങ്ങിയപ്പോൾ. അവർക്ക് തിയേറ്ററിൽ കാണാതെ ഭയങ്കര വിഷമം. അവർക്ക് തിയേറ്ററിൽ കാണാൻ പറ്റില്ല. അപ്പൊ ഞാൻ നിങ്ങളത് അന്ന് കണ്ടിരുന്നെങ്കില്. അല്ല, എനിക്കത് ഭയങ്കര ഒരു തിയേറ്ററിൽ ഭയങ്കര ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യണമായിരുന്നു ഉറപ്പായിട്ടും. കാരണം അതിനുള്ളൊരു വലിപ്പമുണ്ട് പടത്തിന്. ഈ ഫിലിംസിന്റെ കളർ പാലറ്റ് ഒക്കെ തീരുമാനിക്കുന്നത് ശരിക്കും ആരാണ്? അത് ഡിസ്കഷനിലൂടെയാണോ? സിനിമാറ്റോഗ്രാഫർ, ഡയറക്ടർ, അങ്ങനെ ഡിസ്കഷനിലൂടെയാണോ? എന്താണ് സംഭവം? കളർ പാലറ്റ് അതൊരു കൊളാബ് വർക്കാണ്, ആക്ച്വലി കൊളാബറേറ്റഡ് വർക്കാണ്. അതായത് ഇപ്പൊ ഞാനൊരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ എനിക്ക് എൻ്റെ മൈൻഡിൽ ഒന്ന് വരും, ചിലപ്പോൾ ഡയറക്ടറുടെ മൈൻഡിൽ വേറെ ആയിരിക്കും. പിന്നെ കോസ്റ്റ്യൂം ഡിസൈനർ, ദെൻ പ്രൊഡക്ഷൻ ഡിസൈനർ. അപ്പോൾ ദെൻ നമ്മളിരുന്ന് ഡിസ്കസ് ചെയ്തൊരു ഫൈനലൊരു കളർ പാലറ്റിലേക്ക് എത്തും. പക്ഷെ മോസ്റ്റ്ലി ഓൾമോസ്റ്റ് എല്ലാവരും സെയിം ആയിരിക്കും എല്ലാവരും മനസ്സിൽ. അങ്ങനെ സംഭവിക്കാറുണ്ട്. ഞാൻ കൽബിന്റെ കളർ പാലറ്റ് അങ്ങനെയായിരുന്നു. എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്ന ഒരു പാലറ്റിൻ്റെ ആയിരുന്നു അനീസ് നാടോടി എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ ഡിസൈനറിന്റെ പാലറ്റും. സോ അത് അങ്ങനെ സംഭവിച്ചാണ്. മോസ്റ്റ്ലി ഫസ്റ്റ് DOP ആണ് അത് ഒന്ന് പ്ലാൻ ചെയ്യുക, എങ്ങനെ വേണം എന്നുള്ള രീതിയിൽ. പിന്നെ ഡിസ്കഷൻ അത് ഫൈനലാക്കും നമ്മള്. കളർ പാലറ്റ് ഇപ്പം എത്രത്തോളം ഒരു ഫിലിമിനെ ആ ഒരു ഓഡിയൻസിന് ഒരു കൊടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? അത് ഭയങ്കരമായിട്ട് എൻഹാൻസ് ചെയ്യും. കളർ പാലറ്റ് ഇല്ലെങ്കിൽ, നമ്മൾ വിത്തൗട്ട് കളർ പാലറ്റ് ഷൂട്ട് ചെയ്തില്ലെങ്കിൽ അത് നമുക്ക് ചിലപ്പോൾ അത് വിഷ്വലി വർക്കാവില്ല. ചിലപ്പോൾ സ്ക്രിപ്റ്റ് വൈസും ബാക്കി എഡിറ്റ് വൈസും ബാക്കി ചിലപ്പോൾ വർക്കായിരിക്കാം, പക്ഷെ വിഷ്വലി ചിലപ്പോൾ അത് വർക്കാവാൻ സാധ്യതയില്ല. വേറെ നമുക്കിപ്പോൾ അതെങ്ങനെയാണ്, ഇപ്പോൾ ഓരോ സ്റ്റോറിക്കും അല്ലെങ്കിൽ ഓരോ സ്ക്രിപ്റ്റിനും ഓരോ പാലറ്റ് ഉണ്ട്. ഐ മീൻ പാലറ്റ് വേണം, ഉണ്ടെന്നല്ല വേണം, ജോണർ ബേസ്. അപ്പൊ അത് ഇപ്പൊ നമുക്കൊരു ഗ്രേ ഷെയ്ഡുള്ള ഒരു പടത്തിൽ വന്നിട്ട് കളർഫുൾ വെക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിന്റെ ഒരു അത് നമ്മൾ പ്ലാൻ ചെയ്ത് അത് ചെയ്യണത്. ചേട്ടന് ഇപ്പൊ വാവും തോന്നിയ ഒരു മൂവി ഏതാണ് ഇതുപോലെ കളർ പാലറ്റ് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ട്? ഒരു ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ വെസ് ആൻഡേഴ്സിന്റെ പടങ്ങളുണ്ട്, ഭയങ്കര വാം, ഭയങ്കര കളർ പാലറ്റ് ഉള്ള ഫിലിംസ് ആയിരിക്കും. പിന്നെ റോജർ ഡിക്കിൻസിന്റെ ഒക്കെ പടങ്ങൾ മലയാളത്തില് ഒരുവിധം നല്ല പടങ്ങളുണ്ട്. ഇപ്പോൾ നിമിഷിന്റെ വർക്കുകളൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് നോട്ട് ചെയ്യാറുണ്ട്. ഭയങ്കര കളർ പാലറ്റ്. നിമിഷേട്ടൻ ഇപ്പോ അല്ലെ പുതിയതായിട്ട് വന്ന യൂട്യൂബിലൂടെയൊക്കെ ആള് പഠിച്ചിട്ട് ലൂക്കന്റെ കളർ പാലറ്റ് നല്ല, അതിന്റെ സെയിം നമ്മുടെ പ്രൊഡക്ഷൻ ഡിസൈനർ സെയിം ആയിരുന്നു അനീസ് നാടോടി. അപ്പൊ ലൂക്കന്റെ കളർ പാലറ്റും അന്ന്, പക്ഷെ അത് ഓവർ ആവാനും പാടില്ല, അതൊന്ന് സെറ്റിലായിട്ട് നിൽക്കണം. അതിങ്ങനെ പ്രൊജക്ട് നിൽക്കാനും പാടില്ല കളർ പാലറ്റ്, അത് ബ്ലെൻഡ് ആയിട്ട് ഇരിക്കണം. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കുമ്പോ കുറച്ചും കൂടെ ആൾക്കാർ കളർ പാലറ്റ് വരെ നോട്ടീസ് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ ആക്ച്വലി നമുക്ക് ഭയങ്കര ഈസിയാണ് എന്തും ക്രിയേറ്റ് ചെയ്തെടുക്കാൻ. നമുക്കിപ്പോ മിഡ് ജേണിയോ അല്ലെങ്കിൽ വെച്ചിട്ട് ജെമിനിയായി എല്ലാം വെച്ച് നമുക്ക് ചെയ്തെടുക്കാം. നമുക്കിപ്പോ ഒരു പ്രോംപ്റ്റ് കൊടുത്താൽ മതി, അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടും. നമുക്ക് ഒരു റാപ്പിഡ് ഫയറിലേക്ക് പോയുള്ളൂ. സീരിയസ് ആയി ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നല്ലേ, ഒരു റാപ്പിഡ് ഫയർ, ഈസി ക്വസ്റ്റ്യൻസ് അത്രേ ഉള്ളൂ, ചില്ലായിട്ട് ആൻസർ ചെയ്താൽ മതി. ശരി ശരി ശരി. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, a director you dreamed of working with? ഡയറക്ടറോ?
ലിജു ജോസ് പെല്ലിശ്ശേരി. Oh, wow. Okay. Next question. If not a cinematographer, what would you be? ഞാൻ ചിലപ്പോ ജിം ട്രെയിനർ ആവും. ആണോ? ജിമ്മിൽ പോകാറുണ്ടോ? എനിക്കറിയില്ല. ഞാൻ ആക്ച്വലി ഒരു 8 വർഷമായിട്ട് കണ്ടിന്യൂസ് ജിമ്മില് പോകുന്നുണ്ട്. ഫിറ്റ്നസ് ഫ്രീക്ക് ആണ്. അപ്പൊ മേ ബി അതായിരിക്കാം, എനിക്കറിയില്ല. വെഡിങ് ഫോട്ടോഗ്രാഫർ ആവാൻ വേണമെങ്കിൽ? ഇല്ല, ഫോട്ടോഗ്രാഫിയോട് എനിക്ക് വെഡിങ് ചെയ്തോണ്ടിരുന്നപ്പോ എനിക്ക് വെഡിങ് ഫോട്ടോഗ്രാഫിയോട് അത്ര താല്പര്യം. ഇൻകം സോഴ്സ് മാത്രമേ. കാരണം എനിക്ക് എന്തോ അതിൽ നിന്ന് ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നില്ല. ഞാൻ ഇങ്ങനെ ഷൂട്ട് നല്ല ഫോട്ടോസ് എടുക്കുന്നുണ്ട്, പക്ഷെ എനിക്കതൊരു അത് ഉണ്ടായിരുന്നില്ല. പക്ഷെ ജിമ്മിൽ പോകുമ്പോ എനിക്കത് കിട്ടുന്നുണ്ട്. വർക്കൗട്ട് ചെയ്യുമ്പോ. അപ്പൊ എനിക്ക് മേ ബി അതായിരിക്കാം ജിം ട്രെയിനർ. ഞാൻ ആലോചിക്കും ഫ്രീ ആയിട്ടിരിക്കുമ്പോ ഗ്യാപ്പില് ജിമ്മൊക്കെ ഇട്ട് ട്രെയിനർ ആയാലോ എന്ന് ആലോചിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് തിങ് യു നോട്ടീസ് ഇൻ എ മൂവി? ഓഫ് കോഴ്സ് സ്ക്രിപ്റ്റ്, കഥ. അത് കഴിഞ്ഞിട്ട് ബാക്കി എന്തും നോട്ടീസ് ചെയ്യുള്ളൂ ഇപ്പോ. പക്ഷെ ഞാൻ ഈ സിനിമാറ്റോഗ്രാഫി കടക്കുന്ന സമയത്ത്, ഇത് പഠിച്ച സമയത്ത് ഞാൻ കഥ ശ്രദ്ധിക്കാറില്ല. സിനിമ കിട്ടിയാൽ മതി എന്നുള്ള ഒരു മൈൻഡ് അല്ലേ ഇപ്പോ? സ്ക്രിപ്റ്റ് ആണ് അൾട്ടിമേറ്റ്. സ്ക്രിപ്റ്റ് ഇല്ലാതെ നമുക്കൊന്നും എന്ത് ചെയ്തിട്ടും കാര്യമില്ല. നമ്മൾ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. സ്ക്രിപ്റ്റ് ആണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൺ സിനിമാറ്റോഗ്രാഫർ യു അഡ്മയർ ദ മോസ്റ്റ്? അതെനിക്ക് ഒരാളെ പിടിക്കാൻ പറ്റില്ല. ഒരാളെ പറയാൻ പറ്റില്ല. ഒരു 2-3 പേര്. നമുക്ക് മലയാളം പിടിച്ചാലാണോ പ്രശ്നം? പുറത്തുനിന്ന് ഒരുപാടുണ്ട്. അതായത് ഓരോ സ്ഥലത്തുനിന്ന് പുറത്തുനിന്നുണ്ട്, ഹിന്ദിന്നുണ്ട്, തമിഴ്ന്നുണ്ട്. എനിക്ക് റോജർ ഡിക്കിൻസ് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിയുടെ നോ കൺട്രി ഫോർ ഓൾഡ് മാൻ ഞാനിത് എപ്പോഴും റീവാച്ച് ചെയ്യുന്ന ഒരു പടാ. ഇൻസ്പയർഡ് സന്തോഷ് സാർ. കാരണം ഞാൻ നമ്മളെ സ്കൂളിട്ട് കേൾക്കുന്ന പേരതാ. അതാണ് കേട്ടോണ്ടിരുന്നത്. അപ്പം പുള്ളിയാണ്. പിന്നെ ആക്ച്വലി കുറെ പേരുണ്ട്. ജോൺ ഗിരീഷ്, ഷൈജുക്ക. ഈ ജോമോണ്ടി ആ ചേട്ടന്റെ ഒരു സ്വഭാവം ചെറുതായിട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. ആക്ച്വലി ഞാൻ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്തിരുന്നൊരു സിനിമാറ്റോഗ്രാഫറാണ് ജോമോൻ ചേട്ടൻ. ഞാൻ ആക്ച്വലി നോട്ട് ചെയ്യുന്നത് ചാപ്പകുരീഷില് നമ്മൾ അത്രയും അന്ന് വരെ കണ്ട ഒരു വിഷ്വൽ ലാംഗ്വേജ് അല്ല പടത്തിൽ. ഞാൻ കോളേജിൽ ടൈമിലാണ് ആ പടം കണ്ടത്. നമ്മളന്ന് വരെ കണ്ട ഒരു വിഷ്വൽ, മലയാളത്തിന്റെ ഒരു വിഷ്വൽ ലാംഗ്വേജ് ഉണ്ട്. അതല്ലായിരുന്നു എല്ലാം കൊണ്ടും. ലൈറ്റിംഗ് ആയാലും ക്യാമറ ആയാലും എല്ലാം. അപ്പൊ ഞാനത് നോട്ട് ചെയ്തു. ആരാണ് ഷൂട്ട് ചെയ്തത്? അപ്പൊ ജോൺ പുതിയൊരാളാണ്. പിന്നെ ആളുടെ നെക്സ്റ്റ് മൂവി നോക്കി, അടുത്തിറങ്ങി ബ്യൂട്ടിഫുൾ. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഷൂട്ട് ചെയ്തത്. ഭയങ്കര ബ്യൂട്ടിഫുൾ. അപ്പൊ ഞാൻ ഇങ്ങനെ എന്റെ മൈൻഡിലുണ്ട് ഇതെങ്ങനെ ഇത് ഷൂട്ട് ചെയ്യുന്നത്. കാരണം നമ്മള് മുമ്പ് കണ്ട ഒരു വിഷ്വൽസ് അല്ല, അതായത് മലയാളത്തിൽ കണ്ടുവരുന്ന ഒരു വിഷ്വൽ സ്റ്റൈൽ അല്ല അതിന്. പിന്നെ അങ്ങനെ അപ്പൊ പുള്ളിനെ ഇങ്ങനെ ഫോളോ ചെയ്യാൻ, സത്യം പറഞ്ഞ പുള്ളിയാണ് ഞാൻ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറെ നടന്നത്. ആക്ച്വലി എന്റെ നമ്പർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ വിളിച്ച് ശല്യായിട്ട്. സീരിയസ്ലി അൺബ്ലോക്കാൻ തോന്നുന്നു. പക്ഷെ അത് വേറൊരു മൊമെന്റ് ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ, പക്ഷെ ആള് ഭയങ്കര നൈസ് മനുഷ്യനാണ്. ഭയങ്കര, നമ്മളെപ്പോ വിളിച്ചാലും ഫോൺ എടുക്കും, നമ്മൾ എന്ത് ചോദിച്ചാലും ആള് മറുപടി പറയും. പക്ഷെ ഒരു സമയത്ത് പുള്ളിക്ക് മനസ്സിലായി ഞാൻ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അന്ന് ആ ടൈമില് പുള്ളി ജോമോൻ ചേട്ടൻ മലയാളം വിട്ടിട്ട് ഹിന്ദിയിലേക്ക് പോയി. അതെ, ഞാൻ അസിസ്റ്റ് ചെയ്യുന്ന മുമ്പ്. പുള്ളി തമിഴ് അങ്ങനെ പോയി, ഹിന്ദിയിലൊക്കെ പോയി. എനിക്ക് അന്ന് ജോമോണ്ടി എന്ന് പറയുന്നത് ഭയങ്കര ഒരു എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു. ഞാൻ വിളിച്ച് ശല്യാൾക്ക് നമ്പർ ഒന്ന് ബ്ലോക്ക് ചെയ്യാം. ഞാൻ ഒരു നോക്കുമ്പോ ഡി പി കാണാനല്ലേ ജോമോൻ ചേട്ടൻ്റെ ഡി പി അവിടെ പോയി. അല്ല, ഞാൻ മെസ്സേജ് അയക്കാറുണ്ട് എന്തിനും, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി, എല്ലാത്തിനും നോക്കി കഴിഞ്ഞാൽ പുള്ളി റിപ്ലൈ ഉണ്ട്. ഒരു ദിവസം എന്തോ കാര്യത്തിന് നോക്കിയപ്പോ ഡി പി കാണാനില്ല. വിളിച്ചു നോക്കിയപ്പോ മനസ്സിലായി ബ്ലോക്ക് ചെയ്തു. പിന്നെ പുള്ളി ഒരു ദിവസം ഞാൻ കണ്ടു. ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു വിരാഗ് എന്ന് പറഞ്ഞിട്ട്.
അപ്പോൾ ആ ഷോർട്ട് ഫിലിമിൻ്റെ പ്രിവ്യൂ സാധിക്കായിരുന്നു അതിൽ അഭിനയിച്ചത്. അപ്പോൾ അന്ന് സാധിക്കയുടെ ഫ്രണ്ടാണ് ചമ്മചേട്ടൻ. അപ്പം അന്ന് പ്രിവ്യൂവിന് വന്നിരുന്നു. അന്നേരം പ്രിവ്യൂവിന് വന്നിട്ട് ഞാൻ പിന്നെ പറഞ്ഞില്ല ആ കാര്യം. പുള്ളി അന്ന് ഞാൻ നേരിട്ട് കാണണം ആദ്യമായിട്ട്. പുള്ളി വിട്ടുപോയിട്ടുണ്ടാവും. പുള്ളി മറന്നുണ്ടാവണം ഉറപ്പായിട്ടും. പുള്ളിനെ അത്ര പേര് ഇതുപോലെ വിളിക്കുന്നുണ്ടാവും. നമ്മളതിലൊരു ആളായിരുന്നു, അത്രേ ഉള്ളൂ. റാപ്പിഡ് ഫയർ ആയിരുന്നു. മറന്നു പോയി. ചേട്ടനല്ലേ പറഞ്ഞ നേരത്തെ ക്യാമറയിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ. സംസാരിച്ചോളാം, ഞാൻ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഇൻട്രോവേർട്ട് ആണോ? ഇൻട്രോവേർട്ട് അല്ല, അന്ന് എക്സ്ട്രോവേർട്ടും അല്ല, ആംബിവേർട്ട് എന്ന് പറയാം. അങ്ങനെയാണോ എനിക്കറിയില്ല. അങ്ങനെ തന്നെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൺ മൂവി യു വിഷ് യു ഹാഡ് ഷോട്ട്. വൺ മൂവി അതിപ്പോ ലിജോ ജോസ് പെല്ലിശ്ശേരി എല്ലാ പടങ്ങളും. ലിജോ ജോസ് പക്ഷേ ഫാനാണോ? ഞാൻ ഭയങ്കര ഫാനാണ്. ഞാൻ വിജയന്റെ ജല്ലിക്കെട്ട് ആയിരുന്നു ഫസ്റ്റ് പടം തൊട്ട്, നായകൻ തൊട്ട് ഞാൻ ഭയങ്കര ഫാനാണ്. അമ്മേൻ ഇഷ്ടംപോലെ പടങ്ങള്. ജല്ലിക്കെട്ട്, എനിക്ക് ജല്ലിക്കെട്ടൊക്കെ കാണുമ്പോ ഭയങ്കര അസൂയ തോന്നുന്നു. ജല്ലിക്കെട്ട് പിന്നെ ഉറപ്പായിട്ടും. ഓക്കെ, നെക്സ്റ്റ്. ബിഗ്ഗസ്റ്റ് ഓൺ സെറ്റ് ചാലഞ്ച്. ഓൺ സെറ്റ് ചാലഞ്ച് എന്ന് പറയുന്നത് അങ്ങനെ ഭയങ്കരമായിട്ടില്ല. ചിലപ്പോ പ്ലാൻഡ് അല്ലാത്ത കാര്യങ്ങൾ വരുമ്പോ പെട്ടുപോകും. ചാലഞ്ച് ആവാറുണ്ടല്ലേ? അല്ലാത്ത പക്ഷം ചാലഞ്ച് ഉണ്ടാവില്ല. ഓൾറെഡി നമ്മൾ പ്രീ പ്ലാൻഡ് ആയിരിക്കുമല്ലോ. ചില ദിവസം നമ്മൾ നാളെ ഷൂട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത്. എങ്ങനെയാ പ്ലാനിങ് എങ്ങനെ നടക്കുന്നത്? പ്ലാനിങ് വിത്ത് ഡയറക്ടർ തലേന്ന് പ്ലാൻ ചെയ്യാം. അങ്ങനെയല്ല, മോസ്റ്റ്ലി നമ്മൾ പ്രീ ഷൂട്ടിന് മുമ്പ് പ്ലാൻഡ് ആയിരിക്കും. ഇങ്ങനെയാണ് കാര്യങ്ങൾ, ഇങ്ങനെയാണ്. പക്ഷെ എവറിഡേ നമ്മൾ ഷൂട്ടിന്റെ തലേ ദിവസം ഒരു മീറ്റിങ്ങും നാളത്തെ ഷെഡ്യൂളും കാര്യങ്ങളും, എപ്പോൾ ഷൂട്ട് ചെയ്യണം, ഈ സീൻ, അങ്ങനത്തെ ഒരു പ്ലാനിങ് ഉണ്ടാവും. ആ പ്ലാൻ തെറ്റുമ്പോൾ ചിലപ്പോൾ ചലഞ്ച് ആവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൺ ജോണർ യു വോണ്ട് ടു എക്സ്പ്ലോർ മോർ. എനിക്ക് ത്രില്ലർ ഭയങ്കര ഇഷ്ടമാണ്. ത്രില്ലർ ഷൂട്ട് ചെയ്യാൻ. ഹൊറർ ആയാലും ത്രില്ലർ. ഞാൻ ഭയങ്കര ത്രില്ലർ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതിന്റെ വേറൊരു നേരത്തെ പറഞ്ഞ കളർ പാലറ്റ് ഒക്കെ അതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കളർ പാലറ്റ് അല്ലേ? അല്ലേ? അടുത്തത്. വൺ ഷോട്ട് ദാറ്റ് ഗിവ്സ് യു ഗൂസ് ബംസ്. ഞാൻ ചെയ്തതോ? ചേട്ടൻ ചെയ്ത് പറയൂ. ഗൂസ് ബം ഷോട്ട്സ് എനിക്ക് സത്യത്തിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. പെട്ടെന്ന് ഇത് ചോദിച്ചപ്പോ, കാരണം ഞാൻ കണ്ടിട്ട് കൊള്ളാം എന്ന് പറയാറുണ്ട് മനസ്സിൽ. പക്ഷെ അത് ഏതാന്ന് ഇപ്പൊ ഞാനത് നമ്പർ ഓഫ് ഷോട്ട്സ് ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. അതുകൊണ്ടാണ്. വൺ ഫിലിം യു റെക്കമെൻഡ് എവറി സിനിമാറ്റോഗ്രാഫർ ഷുഡ് വാച്ച്. വൺ മൂവി നോ കൺട്രി ഫോർ ഓൾഡ് മാൻ. നോ കൺട്രി ഫോർ ഓൾഡ് മാൻ എല്ലാവരും കണ്ടിരിക്കേണ്ട ഫിലിം അല്ലേ? എന്തുകൊണ്ടാ? ഇല്ല, ആക്ച്വലി ആ പടം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇല്ല. വിത്തൗട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ് പടം. പക്ഷെ അത് ഭയങ്കര വിഷ്വൽ എസ്തെറ്റിക്കലി ഷൂട്ട് ചെയ്ത ഒരു പടം. ഡിക്കൻസ് കോയിൻ ബ്രദേഴ്സിന്റെ പടം. അങ്ങനെ മിക്ക ടൈമിലും റീവാച്ച് ചെയ്യുന്ന പടം. ഭയങ്കര ത്രില്ലറാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇല്ലാണ്ട്. അതെ. അപ്പൊ ആലോചിക്കുക ആ പടത്തിന്റെ ഇമ്പാക്ട്, വിഷ്വലി ഉള്ള ഒരു ഇമ്പാക്ട് പാട് വിട്ടിട്ടുണ്ടാവും പറയാം. പിന്നെ ഉറപ്പായിട്ടും എത്തിക്കാനായിട്ട്. അതെനിക്ക് 2005 ആണ് തോന്നുന്നു. പഴയ പടമാണ്. പിന്നെ കുറെ കപ്പിൾ ഓഫ് ഫിലിംസ് ഉണ്ട്. ഒന്ന് പറയുകയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൺ തിങ് ഓഡിയൻസ് ഡോണ്ട് നോട്ടീസ് അബൌട്ട് എ സിനിമാറ്റോഗ്രാഫർ. സിനിമാറ്റോഗ്രാഫേഴ്സിനെ പലരും അറിയില്ല. അത് ഇടനായിട്ട് നിൽക്കുന്ന ഒരു ഏരിയ. മുമ്പ് ഇപ്പോഴും അതായത് മെയിൻ സ്ട്രീമിലുള്ള കുറെ പേര് മാത്രമേ അറിയുന്നുള്ളൂ. എന്നാ കുറെ പേര് അറിയാത്ത ആൾക്കാരും ഉണ്ട്. മനസ്സിലായില്ലേ? ഹിഡൻ എന്ന് പറയാൻ എനിക്ക് അറിയില്ല അങ്ങനെ സംഭവം ഉണ്ടോ എന്നുള്ളത്. നമ്മൾ തന്നെ ഹിഡൻ ആയിട്ടിരിക്കുകയാണ്. ഇനിയും കുറച്ചും കൂടെ ആകുമ്പോഴത്തേക്കും ഇനി ഇതിന്റെ ഇൻ ഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ എല്ലാവരും എക്സ്പ്ലോർ ചെയ്ത് വരും തോന്നുന്നു. വരണം. എല്ലാരും അറിയണമല്ലോ. കാരണം എന്റെ പിന്നിലുള്ള ആൾക്കാർ ഇപ്പോഴാണ് ആൾക്കാർ നോട്ടീസ് ചെയ്ത് തുടങ്ങിയത്. എല്ലാവരും അറിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് ഭയങ്കര റെസ്പെക്ട് തോന്നുന്ന ഒരു കാര്യം. കാരണം ഇത്രയും വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്, ബാക്കിൽ ഇത്രയും എഫേർട്ട് ഇടുന്ന ആൾക്കാർ ആരും ഫ്രണ്ടിലോട്ട് വരുന്നില്ല, ആരും അറിയുന്നില്ല. ഇവിടെയാണ് കുറച്ചുകൂടി ആൾക്കാർക്ക് അറിയുന്നത്. ഇപ്പൊ ഈവൻ മുംബൈയിലൊക്കെ പോവാണെങ്കിൽ തന്നെ DOPs ഒക്കെ ഒരു
സെക്കൻഡറി ആ ഒരു അങ്ങനെയാണ്. ഇപ്പൊ എനിക്കറിയില്ല. അവിടെ പിന്നെ ആക്ടേഴ്സിനാണല്ലോ ഏറ്റവും മുൻഗണന കൊടുക്കുന്നത്. ആക്ടേഴ്സും മ്യൂസിക്കും അങ്ങനെയാണ്. ബാക്കി വരുന്നതിനൊരു ഇതുണ്ട്. അതായത് സെക്കൻഡറി എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ആയിരിക്കുള്ളൂ. പക്ഷെ അവര് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മളാണ് ഷൂട്ട് ചെയ്യുന്നത്. കാരണം നമ്മളാണ് ഈ വിഷ്വൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവരൊക്കെ കാണിക്കുന്നത്. പക്ഷെ അതിന്റെ ഒരു വാല്യൂ അവിടെ കിട്ടുന്നുണ്ടോന്ന് എനിക്ക് അറിയില്ല. നേരത്തെ തന്നെ ഷോ വന്ന് ഒക്കെ സെറ്റ് അങ്ങനെ ഉണ്ടോ? അല്ല, നമ്മള് കറക്റ്റ് നമ്മള് ഇറങ്ങുന്ന സമയം തന്നെ, നമുക്ക് രാവിലെ എത്ര മണിക്കാണോ ഇറങ്ങുന്നത് ആ സമയത്ത് തന്നെ, എല്ലാവരും ഇറങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ ഇറങ്ങും. ചിലവര് നേരത്തെ ഇറങ്ങും. എക്സ്ട്രാ എഫേർട്ടിന്റെ ആവശ്യം അത് ചില സീക്വൻസ് ഒക്കെ എടുക്കുമ്പോൾ മാത്രം. ഇത് നമുക്ക് കുറച്ച് നേരത്തെ പോയിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം, അങ്ങനത്തെ സിറ്റുവേഷൻസിൽ മാത്രം ഇറങ്ങുമായിരിക്കും. അറിയില്ല, ഞാൻ ഇറങ്ങിയിട്ടില്ല. ഓക്കെ. One piece of advice you always carry. Always carry, be humble. Always carry ചെയ്യുന്നത്. അതെ, എല്ലാവരുമായിട്ടും ഐ മീൻ ഹംബിൾ ആയിട്ടിരിക്കുക. Okay, next. ബാക്കിയൊക്കെ നമുക്ക് വരും. Describe your cinematography in 3 words. Your cinematography. എന്റെയോ? അത് ആക്ച്വലി എനിക്കത് പറയാൻ പറ്റില്ല. കാര്യം ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതായത് ഓരോ ജോണർ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ബട്ട് ബ്യൂട്ടിഫുൾ എസ്തെറ്റിക്. ബ്യൂട്ടിഫുൾ എസ്തെറ്റിക്. ഓക്കെ. ഇതുവരെ ചെയ്ത ജോണർ അങ്ങനത്തെയാണോ? അതെ. കൽബ് അല്ലേ? കൽബ് ആക്ച്വലി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഷൂട്ട് ചെയ്തതാ. പല്ലുട്ടി ആണെങ്കിൽ ഭയങ്കര റോ, ഭയങ്കര നാട്ടിൻ പുറത്ത്. അതെ. അങ്ങനെ ഭയങ്കര ക്യാരക്ടർ, അതായത് ഓറിയന്റഡ് ഗിമിക്സ് ഒന്നും ഇല്ല. അത് കാരണം വേറൊരു കാര്യമുണ്ട്, നമ്മള് പുറത്തു പോകുമ്പോ മറ്റേ പടത്തിന്റെ അത്ര വന്നില്ലല്ലോ. ഏത് ഞാൻ കോമൺ ആയിട്ട് കേട്ടോണ്ടിരിക്കുന്ന ഒരു കോമൻസ് ആണത്. അതായത് ഈ പല്ലുട്ടിയും കൽബും ഭയങ്കര രസമുണ്ട് കാണാൻ. പക്ഷെ അത്ര ബ്യൂട്ടിഫുൾ ആയില്ല ഷൂട്ട് ചെയ്തത്. പക്ഷെ ഞാനത് വെച്ചാല് ഇനീഷ്യലി ഞാനും ഡയറക്ടർ തമ്മിലുള്ള ഡിസ്കഷനിൽ നമ്മളങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഷൂട്ട് ചെയ്യാനൊന്നുമില്ല, നമ്മള് ക്യാരക്ടർ ഫോളോ ചെയ്യുക എന്നുള്ള സാധനം. മൂന്ന് ജോണർ ആണല്ലേ? അപ്പൊ ഞാൻ അതാണ് ഫോക്കസ് ചെയ്തത്. നമ്മള് കഥ വിട്ടു പോരുന്നുള്ളൊരു സാധനമുണ്ട്. എനിക്ക് എന്റെ വർക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കണം ഒരു താല്പര്യമില്ല. കൽബ് എന്ന് പറയുമ്പോ എസ്തെറ്റിക്കലി ഷൂട്ട് എസ്തെറ്റിക്കും ബ്യൂട്ടിഫുൾ ആയിട്ട്, കാരണം അത് കളർഫുൾ ആണ്. ഫ്രെയിംസ്, വൈറ്റ് ഫ്രെയിംസും ക്ലോസപ്പും ഇഷ്ടംപോലെ ലവ് ഫാമിലി എല്ലാം ഉണ്ട് അല്ലേ? അപ്പൊ പല്ലൂട്ടിക്കാണെങ്കിൽ പല്ലൂട്ടി എന്ന് പറയുന്നത് നമുക്കൊരു 90s ആണല്ലോ. അപ്പൊ 90s ഫീല് കിട്ടണം. കോമൺലി അന്ന് നമ്മൾ കണ്ടോണ്ടിരുന്നത്, നമ്മൾ റെഫറൻസ് എടുത്തു എങ്ങനെയാണ് 90s ആൾക്കാർ ഷൂട്ട് ചെയ്യുന്നത്, അതുപോലെ ഷൂട്ട് ചെയ്തിരുന്നുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ ഷൂട്ട് ചെയ്യരുത്. ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ലൈറ്റ്സും എല്ലാം ഉണ്ട്, പക്ഷെ ഞാൻ ഭയങ്കര ലോ ലൈറ്റിലാണ് ഷൂട്ട് ചെയ്തത്. ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര നാച്ചുറൽ ഫീൽ കിട്ടാൻ. കാരണം ഇപ്പൊ ആൾക്കാര് അങ്ങനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഞാനിത് ഷൂട്ട് ചെയ്ത് 2021 ആ ടൈമിൽ ആ സമയത്ത് പടം റിലീസ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയി. അതുകൊണ്ടാണ് ഞാൻ ആ സമയത്ത് വെച്ചാല് ഭയങ്കര നാച്ചുറൽ ഫീൽ കിട്ടണം. സിനിമാറ്റോഗ്രാഫേഴ്സ് നമ്മളെ പേടിയെന്ന് വെച്ചാൽ നമ്മൾ ഈ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഗ്രേഡ് ചെയ്യുമ്പോൾ നോയ്സ് വരും, അങ്ങനത്തെ കുറെ ചിന്തകളുണ്ടാവും. എനിക്ക് ആ ചിന്ത ഉണ്ടായിരുന്നില്ല. ഇല്ല, ഞാനെന്ന് വെച്ചാല് നമ്മള് ഞാൻ മാക്സിമം ലൈറ്റ് കുറയ്ക്കാൻ ചെയ്തോണ്ടിരുന്നത്. എത്രത്തോളം ലൈറ്റ് കുറയ്ക്കാം, 90സും ഭയങ്കരമായിട്ട് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്ന പടങ്ങളെ പോലെ ആവാതിരിക്കാൻ. എനിക്ക് ഷൂട്ട് കഴിഞ്ഞപ്പോ ടെൻഷനായി. ഷൂട്ട് കഴിഞ്ഞ് എഡിറ്റ് കണ്ടപ്പോ ഭയങ്കര ചില സ്ഥലത്ത് ലൈറ്റ് ഇല്ല. ഞാനിത് ദൈവമേ പണിയാവോ, തിയേറ്ററിൽ കാണില്ലേ. പക്ഷെ ഗ്രേഡിൽ വന്നപ്പോ എഡിറ്റിംഗിലൂടെ അത് ഓക്കെ ചെയ്യാം. കളർ ഗ്രേഡിങ്ങിൽ അത് ഫിക്സ് ചെയ്തു. അതിന് എന്റെ പ്രശ്നം വെച്ചാല് ഇത് തിയേറ്ററിൽ വരുമ്പോ കാണാൻ പറ്റുമോ ആൾക്കാര്. അങ്ങനൊരു ഞാൻ ഷൂട്ട് ചെയ്യുമ്പോ എനിക്ക് അങ്ങനത്തെ ഒരു ചിന്ത പോയില്ല. ഞാൻ ഷൂട്ട് ചെയ്യുമ്പോ എനിക്ക് ഇത്രേ പാടുള്ളൂ. നമുക്ക് ലൈറ്റ് യൂണിറ്റും എല്ലാം ഉണ്ട്. പക്ഷെ എനിക്ക് ചെറിയ ഒരു 60 വാൾട്ടിന്റെ ബൾബില്ലേ, അതിന്റെ ഒരു വെളിച്ചം ഉണ്ട്. പക്ഷെ അതിന്റെ സോഴ്സ് ആയിട്ട് നമ്മളിപ്പോ ഏത് പടങ്ങളിലായാലും ഈ സമയത്ത് കുറച്ചുകൂടി ക്യാമറ ഭയങ്കര സെൻസിറ്റീവാ. ആ ലൈറ്റിൽ തന്നെ ഷൂട്ട് ചെയ്യാം. അപ്പോൾ
അന്ന് ലോ ലൈറ്റ് ക്യാമറാസ് ഉണ്ട് ഇഷ്ടം പോലെ, സോണിയുടെ ആയാലും ആരിയുടെ ആയാലും. ലൈറ്റ് ഇല്ലാതെ തന്നെ നമുക്ക് നല്ല ഡീസൻറ്റ് എക്സ്പോഷർ കിട്ടും. അപ്പം അന്നതൊരു കുറച്ച് ടാസ്ക് ആയിരുന്നു. പക്ഷെ ഞാൻ അത്ര കൺസേൺ അല്ലായിരുന്നു ആ സമയത്ത്. എനിക്കിത് മതി, ഞാൻ അത്ര കൺസേൺ ആണെങ്കിൽ ഞാൻ അങ്ങനെ ഷൂട്ട് ചെയ്യില്ല ഒരിക്കലും. ഇപ്പം എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അത്. ഞാൻ അന്ന് ഷൂട്ട് ചെയ്ത പോലെ ഇപ്പം ഞാൻ ചിലപ്പോൾ ഷൂട്ട് ചെയ്ത് തരില്ല. ഇപ്പോഴാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. അതായത് നമ്മൾ ഷൂട്ട് ചെയ്ത് നമുക്ക് കുറച്ചും കൂടി എക്സ്പീരിയൻസ് ആയപ്പോ അന്ന്. പക്ഷെ അതിനൊരു ടെൻഷൻ അടിച്ച ഒരു സമയമായിരുന്നു. ഇല്ല, അന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ ടെൻഷൻ ഉണ്ടായില്ല. എഡിറ്റ് കണ്ടപ്പോ ഇത് തിയേറ്ററിൽ പറഞ്ഞാൽ തിയേറ്ററിലെല്ലാം നല്ല സ്ക്രീൻസ് അല്ല. ഇത് ഇപ്പൊ ഈ കൊച്ചി തന്നെ നല്ല സ്ക്രീനുകളുണ്ട്. ചില സ്ക്രീനിലൊക്കെ അണ്ടർ ആയിരിക്കും എക്സ്പോഷർ. അതായത് ചിലതൊന്നും കാണാൻ പറ്റില്ല. പ്രോപ്പർ എക്സ്പോഷർ ആണെങ്കിലും ഒന്നും കാണാൻ പറ്റില്ല. അങ്ങനെ തിയേറ്ററുണ്ട്. അതുകൂടി അതിനെ കുറിച്ച് അറിഞ്ഞപ്പോഴാണ് കുറച്ചുകൂടി പേടിയത്. പക്ഷെ അത് കുഴപ്പമില്ല, ഡീസെന്റ് ആയിട്ട് തന്നെ വന്നത്. അവാർഡ് വിന്നിംഗ് ഫിലിം. അതെ, അവാർഡുകൾ പിന്നെ അത് ഡീസെന്റ് ആയിട്ട് തന്നെ വന്ന്. അപ്പൊ അത് ആൾക്കാർ ആ സമയത്ത് ലൈറ്റിങ്ങിനെ കുറിച്ച് ഭയങ്കരമായിട്ട് സംസാരിച്ചിരുന്നു. പലരുടെ ലൈറ്റിങ് ഭയങ്കര രസമുണ്ട്, കാണാത്ത രീതിയിലുള്ള ഒരു പാറ്റേൺ. അപ്പൊ അതെനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അവാർഡ് നല്ല അവാർഡായിരിക്കും അറിയാം, നല്ല ഫിലിമായിട്ട് വരും. അവാർഡിലേക്ക് അങ്ങനെ കൂടുതൽ ചിന്ത ഉണ്ടായിരുന്നില്ല. പക്ഷെ അവാർഡ് കിട്ടിയപ്പോ ഭയങ്കര സന്തോഷമായി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ കഴിഞ്ഞില്ല, ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. എനി ടൈം റീച്ചബിൾ ഫ്രണ്ട് ഇൻ ഫിലിം ഇൻഡസ്ട്രി? എനി ടൈമോ? ഏത് സമയം വിളിച്ചാലും ഓക്കെ, കോൾ എടുക്കും, ഹെൽപ്പിനുണ്ട്, അങ്ങനെ ഒരാൾ ഇൻഡസ്ട്രിയില് വിളിച്ചാലും കൊടുക്കും. എന്താവശ്യം എനിക്ക് വിളിക്കാം. അതായത് എന്ത് ഹെൽപ്പായാലും വിളിക്കാൻ പറ്റാം. പിന്നെ ഉണ്ട് ഫായിസ് സിദ്ദിഖ്, അങ്ങനെ DOP കുറച്ച് പേരുണ്ട്. അങ്ങനെ എപ്പോഴെങ്കിലും വിളിക്കാവുന്ന ആക്ടേഴ്സ് ആണെങ്കിൽ സൈജു ഗ്രൂപ്പ്, സുരാജേട്ടൻ, അങ്ങനെ. അടിപൊളി. അപ്പം റാപ്പിഡ് ഫയർ കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ്. ഇപ്പം ചേട്ടൻ ചെയ്ത മൂവീസ്, പല്ലോട്ടി ആയിക്കോട്ടെ, കൽബ് ആയിക്കോട്ടെ, ഇപ്പം ED ആയിക്കോട്ടെ, ഇതൊക്കെ തിയേറ്ററിൽ കാണുമ്പോൾ എത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്? കാരണം നിങ്ങൾ എടുക്കുമ്പോൾ തന്നെ ഓരോ ഷോട്ടും അല്ലെങ്കിൽ ഓരോ പ്രോസസ്സിലും ഫിലിം ഒരുപാട് തവണ കണ്ടതാണ്. അപ്പം എങ്ങനെ അത് എൻജോയ് ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞാൽ എൻജോയ് ഓഡിയൻസിന്റെ ഒപ്പം ഇരിക്കുമ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റും. ക്രൗഡിലിരിക്കുമ്പോൾ നമുക്ക് സാധനം മറക്കാം. ഞാനപ്പോ വിഷ്വലി അല്ല നോക്കുക, പടം മാത്രമേ ഞാൻ ചിന്തിക്കുകയുള്ളൂ. വിഷ്വലി ഞാൻ അത് കഴിക്കും. കാരണം ഞാൻ കണ്ട് നമ്മളത് കണ്ട് മടുത്തു എന്ന് പറയാം. ശരിക്കും ലിറ്ററലി അങ്ങനെ പറയാം. പക്ഷെ ഓഡിയൻസിന്റെ കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഓരോ സീൻസും വർക്കാകുമ്പോൾ അല്ലെങ്കിൽ ചിരിയും ക്ലാപ്സും അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഓക്കെ, പടം കൊള്ളാം. പല്ലുട്ടി കാണുമ്പോഴും അങ്ങനെയായിരുന്നു. കൽബ് കണ്ടപ്പോൾ മാത്രമാണ് ഒരു പ്രശ്നം ഉണ്ടായത്, അതിൻ്റെ ഒരു ഫീൽ കിട്ടിയത്. ഇപ്പം പല്ലോട്ടി അതൊരു 90s വൈബ്, കൽബ് വരുമ്പോ പക്ക ന്യൂജൻ. അത് രണ്ടും തമ്മിൽ എങ്ങനെ നോക്കാണ്? അത് ഞാൻ പറഞ്ഞില്ലേ, പല്ലോട്ടിക്ക് ശേഷമാണ് കൽബ് ചെയ്തത്. അപ്പൊ പെട്ടെന്ന് എനിക്ക് ആ ഒരു ഷിഫ്റ്റ് ഞാൻ തന്നെ ആലോചിച്ചത്, നമുക്കത് പറ്റുമോ? ഒരു സഡൻ സാധാരണ നമുക്ക് ഇങ്ങനെ ചെയ്ത് പോയിട്ട് ചിലപ്പോ അങ്ങനെ ആയിരിക്കും അങ്ങനെ ഒരു പടം കിട്ടുക, ഫിലിം അങ്ങനെ ആയിരിക്കും, കുറച്ച് ക്യാൻവാസ്. പക്ഷെ എനിക്കത് ഇനീഷ്യലി ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, നമ്മളോട് ഫുൾ ഓഫ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. കാര്യം അത് ഫ്രൈഡേ ആണ്, വിജയ് ബാബു ആണ് പ്രൊഡ്യൂസർ. അപ്പൊ അവർക്ക് അതിൻ്റെ ഒരു കൺസേൺ ഉണ്ട്, ഞാൻ എന്നെ കൊണ്ട് ഇത് പറ്റുമോ എന്നുള്ള ഒരു. പിന്നെ ഉറപ്പായിട്ടും, കാരണം പല്ലുട്ടി ചെറിയൊരു മൂവിയാണ്. അപ്പോൾ നാട്ടും പുറത്ത് അതന്നെ കുട്ടികളുടെ പടം ആണ്, ചിൽഡ്രൻസ് ഫിലിമാണ്. അപ്പൊ അതിന്നൊരു ഷിഫ്റ്റ് ആണല്ലോ ഇങ്ങോട്ട്, ഒരു വലിയ ക്യാൻവാസ്, അതും നമ്പർ ഓഫ് ഡേയ്സും ഉണ്ട്, നല്ല ദിവസം ഷൂട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഡിഫറെന്റ് ലൊക്കേഷൻസ്, ഫൈറ്റ്, ഞാൻ ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫൈറ്റ്, സോങ്, മറ്റേ ജയ്പൂർ ജോധ്പൂർ അവിടെയൊക്കെ സോങ്, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അതൊരു ഇനീഷ്യൽ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അതിപ്പോ സാഹിത്യക്ക് ഡയറക്ടർക്ക് ഉണ്ടായിരുന്നു, പുള്ളിക്ക് എന്നെ. പക്ഷെ പുള്ളിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട്, കാരണം ഞാൻ ആ സമയത്ത് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു നമ്മൾ ഷീമാട്ടിലെ. അപ്പൊ അതിന്റെ ഒരു നമ്മൾ വർക്കിംഗ് ചെയ്ത ഒരു സിങ്ക് ഉണ്ടായിരുന്നു. കാരണം നല്ല രീതിയിൽ
അത് ഷൂട്ട് ചെയ്യാൻ പറ്റി. എത്ര ആഡ് ചെയ്തു ഷിമാട്ടിന്റെ? ഓൾമോസ്റ്റ് ഇപ്പോ 3-4 വർഷമായിട്ട് സ്ഥിരമായി ചെയ്യുന്നുണ്ട് അല്ലേ? ചെയ്ത എല്ലാം ഹിറ്റ്. കുഴപ്പമില്ലാത്തല്ല, നല്ല ഹിറ്റ്, എല്ലാം ഹിറ്റ് ആയിരുന്നു. പറയാം. മമിത ബൈജു അനശ്വരാജൻ വെച്ച് ചെയ്തു, അതും ഹിറ്റ്. എങ്ങനെയാണ് ഒരു? അതും ഇതുപോലെ തന്നെയാണ്. കാര്യം അതും നല്ല ബഡ്ജറ്റുള്ള ഹാഡായിരുന്നു. അപ്പൊ അതും എനിക്ക് വന്നപ്പോ എനിക്കും ഇനീഷ്യലി ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം മമിത അനശ്വരൊക്കെ ഉണ്ട്, കുറച്ച് ബഡ്ജറ്റും ഉണ്ട്, ബ്യൂട്ടിഫുൾ ആയിട്ട് ഷൂട്ട് ചെയ്യണം. ഷിമാട്ടി ഞാൻ മുന്നേ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലും വലിയ ബ്രാൻഡൊന്നും ചെയ്തിട്ടില്ല. ചെയ്തിട്ടുണ്ട്, കുഞ്ഞു കുഞ്ഞു ബ്രാൻഡ്സിന്റെ ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ വലുതാദ്യമായിട്ടാണ്. പാളിപ്പോയ പ്രശ്നമാവും. ബ്രാൻഡ് വലുതുമാണ്, ചിത്തപ്പേരും കേൾക്കും. അതിനല്ല വർക്കായില്ലെങ്കിൽ. പക്ഷെ അത് നന്നായിട്ട് വന്നു. അതും എനിക്കൊരു ഭയങ്കരമായിട്ടൊരു ബൂസ്റ്റ് കിട്ടിയ സമയത്ത് ഭയങ്കര അപ്രിസിയേഷൻ കിട്ടിയൊരു ആഡായിരുന്നു. ചെയ്തെല്ലാം ഇപ്പം അടിപൊളിയായിട്ട് ഒരു ബെസ്റ്റ് ഒരു അപ്രിസിയേഷൻ കിട്ടിയ ഒരു ഏതാണ് ഇതിൽ ചെയ്തതിൽ വെച്ചിട്ട്? അല്ലെങ്കിൽ ആരാണ് ഏറ്റവും ബെസ്റ്റ്? അത് ആക്ച്വലി പറയുകയാണെങ്കിൽ പല്ലുട്ടി ഇറങ്ങണേ മുമ്പാ നമ്മള് എഡിറ്റ് കഴിഞ്ഞു. അപ്പൊ ഫസ്റ്റ് കട്ട് കഴിഞ്ഞിട്ട് ഗ്രേഡ് ഒന്നും ചെയ്തിട്ടില്ല. ജോസ് പെല്ലിശ്ശേരി ലിജോ ചേട്ടന് ഒരു പ്രിവ്യൂ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലിജോന്റെ പ്രിവ്യൂ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ടെൻഷനായി. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡയറക്ടറാണ്. പുള്ളിയാണെങ്കിൽ ഭയങ്കര എസ്തെറ്റിക് സെൻസ് ഉള്ള മനുഷ്യനാണ്. ഞാൻ ആക്ച്വലി പുള്ളിയുടെ പടമാണ് ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യാറ് വിഷ്വലി. പുള്ളി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ടെൻഷനായി, എന്ത് ചെയ്യും? അറിയാം ആളെ കണ്ടിട്ട് ഞാൻ എന്താണ് ഇത് ഷൂട്ട് ചോദിച്ചു, ഇങ്ങനെയാണ് ഷൂട്ട് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർന്നില്ലേ. പ്രിവ്യൂ വെച്ചു, പ്രിവ്യൂ കണ്ടോണ്ടിരിക്കും. ഞാനപ്പോ എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട്, ഒരുമിച്ചിരിക്കുന്നത്. ഞാൻ മാത്രം അല്ലല്ല, പല്ലുട്ടി പല്ലുട്ടി അതായത് ഇറങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് ഫസ്റ്റ് കട്ട് പ്രിവ്യൂ ആണല്ലോ നമ്മുടെ പ്രസന്റ് ചെയ്തേക്കുന്നത്. പല്ലുട്ടി ഒരു ഫസ്റ്റ് കട്ട് ചെയ്ത പ്രിവ്യൂ കാണിക്കാൻ വേണ്ടിട്ട് ഞാൻ അവിടെ ഇരുന്നില്ല. ഞാൻ ഏറ്റവും ബാക്കിൽ പോയി ടെൻഷനായി. കാര്യം എന്തെങ്കിലും മോശം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആകെ അന്നത്തെ ദിവസം ഡാർക്കാവും. പുള്ളി എന്തെങ്കിലും പറഞ്ഞാൽ പോരെ. പുള്ളിയാണെങ്കിൽ അത്രയും നോട്ട് ചെയ്യുന്ന ആളാ. വിഷ്വലി ആണെങ്കിലും എല്ലാം ഭയങ്കരമായിട്ട്. നമുക്കാണെങ്കിൽ ഗ്രേഡ് ചെയ്തിട്ടില്ല, കളർ ഗ്രേഡ് ചെയ്തിട്ടില്ല. റോ കളർ ഗ്രേഡ് ചെയ്തന്നെ കുറച്ചെങ്കിലും നമുക്ക് ആശ്വസിച്ചിട്ടിരിക്കാം. ഇതിപ്പോ റോ ഫുട്ടേജ്, സ്കോറൊന്നും ആയിട്ടില്ല, ജസ്റ്റ് റെഫറൻസ് സ്കോറും അങ്ങനെ ഫസ്റ്റ് പ്രിവ്യൂവിന് വേണ്ടി മാത്രം സെറ്റ് ചെയ്തൊരു സംഭവം. പ്രിവ്യൂ കഴിഞ്ഞിട്ട് ഭയങ്കര ടെൻഷൻ. ഞാൻ ആരോടും പറഞ്ഞില്ല ഈ സംഭവം, ആദ്യമായിട്ട് പറയുന്നത്. അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ ഭയങ്കര ടെൻഷൻ. ലൈറ്റ് ഓൺ ആയി. അതായത് നമ്മളൊരു DA സ്റ്റുഡിയോയിൽ തന്നെയാണ് പ്രിവ്യൂ വെച്ചത്. ലൈറ്റ് ഓൺ ആയി. പടം കൊള്ളാം, നല്ല രസമുണ്ട്. സിനിമാറ്റോഗ്രാഫി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ ബാക്കിലിരിക്കണായിരുന്നു, ഞാൻ ഓടി. ഞാൻ ഹാദിക്കപ്പന്നെ വിളിച്ചു, അപ്പൊ ഞാൻ ഹോസ്പിറ്റലാന്ന് പറഞ്ഞു. കൊള്ളാടാ, അടിപൊളിയുണ്ട്, നല്ല രസമുണ്ട്, ലൈറ്റിങ്ങും ഫ്രെയിമിങ്ങും പരിപാടിയൊക്കെ നല്ല. അപ്പൊ എനിക്ക് മനസ്സിലായി സാധനം വറക്കാം, ചെയ്യുന്ന സാധനം വറക്കാന്നുള്ള മനസ്സിലായി. ഞാൻ പിന്നെ ആലോചിച്ചു, വേറെ ആരും മോശം പറയാൻ എനിക്കൊരു കുഴപ്പമില്ല. അതായത് പടം ഇനി ഇറങ്ങി ആടാ ഭയങ്കര മോശമായിട്ട് ഷൂട്ട് ചെയ്തേക്കെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു കുഴപ്പമില്ല. ഇത്രയും വൺ ഓഫ് ദ എന്താ പറയാ ടോപ്പ് ഡയറക്ടർ ആണ് പുള്ളി. അപ്പൊ പുള്ളി അങ്ങനെ പറയുമ്പോ നമുക്ക് പിന്നെ ഹൈ കോൺഫിഡൻസ്. പിന്നെ ഓക്കെ, നമ്മൾ തന്നെ ഒരു കോൺഫിഡൻസ് നമുക്ക് എപ്പോഴും ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ നമ്മളൊരു പടം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൾക്കാർ നല്ല പറയുമ്പോഴാണ് നമുക്ക് കൊള്ളാം, നമ്മൾ ഷൂട്ട് ചെയ്ത് നൈസാണ്, അല്ലെങ്കിൽ ഓക്കെ ആണ്, അല്ലെങ്കിൽ മോശമാണ്, നമ്മളെ കൊണ്ട് ഇത് പറ്റില്ല, എല്ലാ തിരിച്ചറിവും ഇത് കഴിഞ്ഞിട്ടായിരിക്കും. പുള്ളിയെപ്പോലൊരു ഫിലിം മേക്കറുടെ നമുക്കൊരു നല്ല, അതായത് പുള്ളി ഭയങ്കര നന്നായിട്ട് പറഞ്ഞത്. അങ്ങനെ ഒരു കോമൻസ് കിട്ടുമ്പോൾ നമുക്ക് എന്താ പിന്നൊന്നും വേണ്ട. ഗോൾഡൻ മൊമെന്റ്. പിന്നെ ഉറപ്പായിട്ടും ഞാൻ എനിക്ക് ഇവിടെ പറയാനുള്ള അവസരം കിട്ടിയിട്ടില്ല, ആദ്യമായിട്ട് പറയുന്നത്. ഈ പല്ലുട്ടിയിലൊക്കെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നല്ലോ, ഈ അവസാനം ക്ലൈമാക്സിൽ
ചെരുപ്പിന്റെ ഹോളിൽ കൂടെ ഇങ്ങനെ കാണുന്ന ഒരു ഷോട്ട്, ഉണ്ട് ക്ലൈമാക്സ്. അത് റിസ്ക് ആയിരുന്നു. എത്രത്തോളം റിസ്ക് ഇല്ല ആക്ച്വലി. ഷോർട്ട് ഫിലിമിൽ അങ്ങനെ തന്നെ ഷൂട്ട് ചെയ്തേക്കണ്. പക്ഷെ അത് നമ്മള് ആക്ച്വലി പലരും ഷോർട്ട് ഫിലിമാണ്. ഷോർട്ട് ഫിലിമിൽ അതേ ഷോട്ട് തന്നെ ഉണ്ട്. പക്ഷെ അത് അത്രയും ഷോർട്ട് ഫിലിമിന്റെ പരിമിതി മൂലം അത്രയും ആ ഒരു രീതിയിലാണ് എടുത്തേക്കുന്നത്. നന്നായിട്ട് അതിലും വന്നിട്ടുണ്ട്. പക്ഷെ ഇതിലേക്ക് വരുമ്പോൾ വെച്ചാല് നമുക്ക് ആ ചെരുപ്പ് മനസ്സിലാവണം, ചെരുപ്പ് കിട്ടണം, എന്നാ ഹോളിൽ കൂടെ ബാക്ക്ഗ്രൗണ്ട് കാണണം, കണ്ണനെ കാണണം. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ ഇത് രണ്ടും ഒരേ ഫ്രെയിമിൽ കിട്ടാന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്കാ. കാരണം ചിലപ്പോ ചെരുപ്പാന്ന് മനസ്സിലാവണം. അപ്പൊ അത് പക്ഷെ അത് ഡീസൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അത് ആ സമയത്ത് ഫോക്കസ് ഷിഫ്റ്റും എല്ലാം പ്രോപ്പറായിട്ട്. പക്ഷെ ആ സമയത്തുള്ള ഒരു അതായത് ഡാവിഞ്ചി എന്ന് പറഞ്ഞ ആക്ടറിന്റെ ഒരു ചിരി, ആ സാധനമാണ് ശരിക്കും അവിടെ. അതായത് ക്യാമറയുടെ അപ്പുറം അവിടെ ഉണ്ടായിരുന്ന ഒരു ബ്യൂട്ടിഫുൾ മൊമെന്റ് ഉണ്ട്. അത് വന്നപ്പോഴാണ് അത് ആ സീൻ വർക്കായത്. അല്ലാതെ വെറുതെ നമ്മള് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് കാര്യമില്ല. അതായത് ചെരുപ്പിൽ ഓട്ടേ കൂടെ വെച്ചിട്ട് കാര്യമില്ല. പക്ഷെ ആ ഓട്ടേ കൂടെ വരുമ്പോ കറക്റ്റ് ഫോക്കസ് ഷിഫ്റ്റ് ചെയ്ത് വരുമ്പോ ഒരു റിയാക്ഷൻ ഉണ്ട്. അത് ഭയങ്കര ഇമ്പാക്ട് ആണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തിട്ടുണ്ട്. ഒരു വാവ് എന്ന് തോന്നിയ ഒരു ഷോട്ട് ഏതായിരുന്നു? വാവ് എന്ന് പറയുന്നതാ. ഇത് ഇങ്ങനത്തെ ഷോട്ടുകളാണ്. ഞാൻ ഈ ഷോട്ടിലല്ല വാവ് ചെയ്യുന്നത്. ആൾക്കാർ പെർഫോമൻസ് ചെയ്തിട്ട് നമ്മളിത് കാണുമ്പോൾ ഒരു വാവ് കിട്ടില്ല, നൈസ്, അങ്ങനത്തെ വാവ് മൊമെന്റ്സ് ആണ്. നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഇത് മാത്രം നോക്കിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. ക്യാമറ കൊള്ളാം എന്ന് പറയാറില്ല. ഇത് രണ്ടും കൂടി ജെല്ലായാലേ നടക്കുള്ളൂ. ഏറ്റവും ചലഞ്ചിങ് ആയി തോന്നിയ ഒരു ഷോട്ട്? ചലഞ്ചിങ് ഒരു ഷോട്ട് ചലഞ്ചിങ് എന്ന് പറയാൻ പറ്റില്ല. അതൊരു ഫ്ലിപ്പ്, ഒരു കാർ ഫ്ലിപ്പ് ഷോട്ട് ഉണ്ട് ക്ലൈമാക്സിൽ. അപ്പോ അതും ഞാൻ ആദ്യമായിട്ട് അങ്ങനെയല്ല, നമ്മൾ ഷൂട്ട് ചെയ്ത എക്സ്പീരിയൻസ് ഇല്ലാത്ത ഞാൻ പറഞ്ഞില്ല, ഞാൻ കുറേ പടങ്ങളൊന്നും അസിസ്റ്റ് ചെയ്തിട്ടില്ല. എല്ലാം സിമ്പിൾ പടങ്ങളാണ് ഷൂട്ട് ചെയ്തത്. ചാലഞ്ചിങ് അവസ്ഥകളൊന്നും വന്നിട്ടില്ല. അപ്പൊ ഇതൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടാണ് ആദ്യമായിട്ട് പഠിക്കുന്നത്. അപ്പൊ ഈ ഒരു കാറിന്റെ ഫ്ലിപ്പ് ഉണ്ട്, അതൊരു ജംഗ്ഷനിലാണ് ഒറ്റ ഷോട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതൊരു 3-4 ക്യാമറ ഒക്കെ സെറ്റ് ചെയ്തത്. അപ്പൊ എന്റെ ടെൻഷൻ എന്ന് പറഞ്ഞൊന്നല്ല, ഇത് എന്റെ കയ്യിൽ നിന്ന് അങ്ങനെ പാളിപ്പോയി കഴിഞ്ഞാൽ വീണ്ടും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ക്യാമറ പ്രോപ്പർ ആയതൊരു പാനിങ് ഷോട്ടാ. 3-4 ക്യാമറ ഉണ്ടെങ്കിലും മെയിൻ ക്യാമറ ഞാനായിരുന്നു ഓപ്പറേറ്റ് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ ആ ഫുട്ടേജാണ് മെയിൻ ആയിട്ട് വേണ്ടത്. കാറ് വന്നൊരു ഡിവൈഡറിൽ ഇടിച്ച് ഫ്ലിപ്പാവും. അപ്പൊ അതിങ്ങനെ പാൻ ചെയ്ത് വരണം, ഫ്രെയിമിൽ നിന്ന് ഔട്ടാവാനും പാടില്ല. ഇൻകേസ് എൻ്റെ എന്തെങ്കിലും എഡ്ജോ അല്ലെങ്കിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതൊരു ചാലഞ്ചിങ് എന്ന് പറയാൻ പറ്റില്ല, എല്ലാവരും ഷൂട്ട് ചെയ്യുന്ന സാധനം തന്നെയാണ്. പക്ഷെ ഞാൻ ആദ്യമായിട്ട് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അതിന്റെ ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ അത് നന്നായിട്ട് വന്നത്. അങ്ങനെ അപ്പം ഇനി എന്തൊക്കെയാണ് വരാനിരിക്കുന്നത് പ്രോജക്ട്സ്? വരാനിരിക്കുന്ന ആക്ച്വലി ഞാൻ ഇപ്പൊ ഒരു ചെറിയൊരു പടം, ഒരു ഫെസ്റ്റിവൽ മൂവി എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഭയങ്കര സ്ക്രിപ്റ്റ് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ചെയ്തതാണ്. അവർ ശരിക്കും ബഡ്ജറ്റ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. നിങ്ങൾക്ക് തരാനുള്ള ബഡ്ജറ്റ് ഒന്നും ഇല്ല, ഫണ്ടിന്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് ഷൂട്ട് ചെയ്യാം. കാരണം എനിക്ക് ഭയങ്കര വർക്കായി സ്ക്രിപ്റ്റ് ചെയ്തിട്ട്. കുട്ടികളുടെ പടമാണ്. പിന്നെ സൈജു കുറിപ്പുണ്ട്, സൈജു ചേട്ടൻ ത്രൂ ഔട്ടില്ല, എന്നാലും ഒരു ഇമ്പോർട്ടൻ്റ് റോളിൽ പുള്ളിയുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ അത് അനൗൺസ് ചെയ്തിട്ടില്ല, ആ ഷൂട്ട് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിന്റെ ബാക്കി ഇല്ല, ഒന്നും പുറത്തുവിട്ടില്ല. അത് ആക്ച്വലി ഒരു ഫെസ്റ്റിവലിന് വേണ്ടിയിട്ടും കൂടെ ചെയ്തൊരു പടമാണ്. ഇങ്ങനെ അതുണ്ട്. പിന്നെ കുറച്ച് പടങ്ങൾ ഇങ്ങനെ ഷൂട്ട് ചെയ്യാനേ ഇരിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ CP ഫിലിം പ്രൊഡക്ഷന്റെ ഭാഗമായിട്ട് ഇല്ല, അതൊന്നും അനൗൺസ് ചെയ്യുന്നുള്ളൂ. വേറെ അപ്ഡേറ്റ്സ് ഒന്നും വന്നിട്ടില്ല. അപ്പം അങ്ങനെയാണ്. ഇനിയും നിറയെ ഫിലിംസ് ഒക്കെ ചെയ്യാൻ പറ്റട്ടെ. ഇനി ഏത് ജോണർ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളത്? ഹൊറർ, ത്രില്ലർ? അങ്ങനെയല്ല, എല്ലാ ജോണറും ചെയ്യണമെന്ന് ഭയങ്കര താല്പര്യമുണ്ട്. അസിസ്റ്റന്റ് സിനിമാറ്റോഗ്രാഫർ എല്ലാം താല്പര്യം ഉണ്ടാവും. ഇത് ഒരെണ്ണത്തിൽ മാത്രം എല്ലാ ജോണേഴ്സും, ത്രില്ലർ ആണെങ്കിലും കോമഡി, ത്രില്ലർ കാണാൻ പറ്റട്ടെ. ത്രില്ലർ, ഹൊറർ ഇതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട്, കാരണം നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടാവും അതിൽ ഭയങ്കരമായിട്ട്. ഒരുപാട് നല്ല നല്ല സിനിമകൾ സംഭവിക്കട്ടെ, ഞങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച്.